കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിൽ ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട്. ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കാറുണ്ട്, സാറേ ജോലി എന്തെങ്കിലും ഉണ്ടായെങ്കിൽ പ്രത്യേകമായിട്ട് ഏതെങ്കിലും അപേക്ഷ സമർപ്പിക്കാനുണ്ടായെങ്കിൽ സാറ് ക്ലാസ് എടുക്കണം, ഞങ്ങൾ അറിയാതെ പോകാതിരിക്കരുത്, അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ക്ലാസ് എടുക്കണമെന്ന് ഓരോ ഉദ്യോഗാർത്ഥികളും എന്നോട് പലപ്പോഴായിട്ട് വിളിക്കുമ്പോഴെല്ലാം തന്നെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് PSC പരീക്ഷ ഇല്ലാതെ തന്നെ കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിൽ ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിലേക്ക് ഒഴിവുകൾ വന്നപ്പോൾ അത് ഞാൻ പ്രത്യേകമായിട്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ സമയം കണ്ടെത്തി അതിനു വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെ പ്രയോജനപ്രദമാണ്. ആവശ്യമായ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ അതാത് ജില്ലകളിൽ ഏതൊക്കെ ജില്ലകളിലാണ് ഒഴിവുള്ളത് എന്ന് നോക്കി നിങ്ങൾക്ക് അതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. തപാൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ തന്നെ ഏതൊക്കെ ജില്ലകളിലാണ് ഒഴിവുള്ളത്, എത്ര ഒഴിവുകളാണുള്ളത്, അതിൻ്റെ ഡെയിലി വേസ് ആണെങ്കിൽ ഡെയിലി വേസിൻ്റെ ശമ്പളം എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിൽ വിവിധ ജില്ലകളിലായിട്ട് ഒഴിവുകളുള്ള തസ്തികയിലേക്ക് അപേക്ഷിക്കാം എന്നാണ് പത്രമാധ്യമങ്ങളിൽ കൂടി നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവാം. എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, തസ്തിക ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒഴിവ് 2 കണ്ണൂർ പാലക്കാട് ജില്ലകളിലാണ് ഒഴിവുള്ളത്. പ്രതിദിന വേതനം 755 രൂപയാണ്. യോഗ്യത SSLC തത്തുല്യം അല്ലെങ്കിൽ അതുപോലെ തന്നെ SSLC തത്തുല്യം കൂടാതെ സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ തത്തുല്യ ഡാറ്റ എൻട്രി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ പ്രായം 36 വയസ്സ് കവിയരുത്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ്? അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ്. കൂടാതെ ഡാറ്റ എൻട്രി ടെസ്റ്റും ഉണ്ടാവും. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലും 2 ഒഴിവാണുള്ളത്. അതെവിടെയാണുള്ളത്? ഇടുക്കിയിലും കോഴിക്കോട് ജില്ലയിലുമാണ് ഉള്ളത്. പ്രതിദിന വേതനം 675 രൂപയാണ്. യോഗ്യത 7ാം ക്ലാസ് ജയിച്ചിരിക്കണം. ബിരുദം നേടിയിരിക്കാൻ പാടില്ല. പ്രായം 36 വയസ്സ് കവിയരുത്. തെരഞ്ഞെടുപ്പ് അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒഴിവുള്ള ജില്ലകളിൽ നിന്നായിരിക്കണം അപേക്ഷകൾ. അതുപോലെ തന്നെ ഒഴിവില്ലാത്ത ജില്ലകളിലെ അപേക്ഷകൾ പരിഗണിക്കില്ല. അപേക്ഷകൾ തപാലായി അയക്കണം. വിലാസം ഞാൻ പറയാം. മെമ്പർ സെക്രട്ടറി, കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ്, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 43. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയാം, അപേക്ഷകൾ ഒഴിവില്ലാത്ത ജില്ലകളിലെ അപേക്ഷകൾ പരിഗണിക്കില്ല. അപേക്ഷകൾ തപാലായി അയക്കണം. തപാലായിട്ട് അയക്കേണ്ട വിലാസം ഞാൻ പറയാം. മെമ്പർ സെക്രട്ടറി, കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ്, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 43. അവസാന തീയതി ഡിസംബർ 21. വെബ്സൈറ്റ് ഞാൻ ഒരിക്കൽ കൂടി പറയാം. ksywb.kerala.gov.in ksywb.kerala.gov.in. അപ്പോൾ ഈ വെബ്സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് വിശദ വിവരങ്ങൾ അറിയാവുന്നതാണ്. കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിൽ ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിലേക്കാണ് ഒഴിവുകളുള്ളത്. ഒഴിവുകൾ ഓരോ ജില്ലയിലെയും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ അഭിമുഖത്തിൻ്റെയും ഡാറ്റ എൻട്രി ടെസ്റ്റും ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് ഉണ്ടാവും. ഓഫീസ് അറ്റൻഡന്റ് അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഓരോ വേതനത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഞാൻ വിശദമായിട്ട് ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ അതിലേക്ക് യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ എല്ലാവർക്കും പ്രയോജനപ്രദമായ രീതിയിൽ ഇങ്ങനെയുള്ള ഒഴിവുകളൊക്കെ വന്നാൽ ഞാൻ പ്രത്യേകമായിട്ട് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലുകൾ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒഴിവുകളും അതുപോലെ തന്നെ ഏജ് ഓവർ ഉള്ളവർക്ക് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള ഒഴിവുകളൊക്കെ തന്നെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.